എനിക്കിതൊരു സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് VSU Love. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കണ്ണുകളെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം കുറക്കാന്ന് പറഞ്ഞാലും നമുക്കൊരു പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. പലരും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. പിന്നെ പലർക്കും മൊബൈൽ എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ തന്നെ ആയിരിക്കും. ഈ സമയത്ത് നമ്മുടെ കണ്ണുകളുടെ ഒരു പ്രൊട്ടക്ഷനും കൂടി നമ്മൾ എടുക്കണ്ടേ. ഇപ്പൊ എന്റെ സാഹചര്യം എന്ന് പറയുന്നതും മൊബൈലും കമ്പ്യൂട്ടറും മാറി മാറി ഉപയോഗിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു വർഷം മുമ്പ് ഞാൻ കമ്പ്യൂട്ടർ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിന് വല്ലാത്ത സ്ട്രെയിൻ ചെയ്യണത് പോലെ ഫീൽ ചെയ്തു കേട്ടോ. അതായത് ഒരു ഡ്രൈനെസ് തോന്നുക, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു കേട്ടോ. കൂടാതെ കണ്ണിന് വെള്ളവും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവർ ഇങ്ങനെ ഐ ടെസ്റ്റ് ചെയ്യുമല്ലോ, നമ്മുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിൽ പോയി. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളത് ലെൻസ് കാർട്ടാണ്. അതുകൊണ്ട് ലെൻസ് കാർട്ടിൽ പോയി. അപ്പൊ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്തു. ഇപ്പൊ എല്ലായിടത്തും കണ്ണിങ്ങനെ പരിശോധിക്കുന്നത് ഫ്രീ ആയിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവരും ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്ക് ചെറിയ ലെറ്റേഴ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ എന്താ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു കണ്ണ് ഡ്രൈനെസ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴേ തന്നെ ഒരു ഗ്ലാസ് വെച്ച് ശീലിക്കുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഈ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസും കൂടി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം തോന്നി ഇവര് ബിസിനസ് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല, എന്റെ കണ്ണിന്റെ കാര്യമില്ല, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഞാൻ സ്റ്റോറുകാരോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്റെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അവരാണ് പറഞ്ഞത് അവർക്ക് ആന്റി ഗ്ലെയർ ഗ്ലാസും അവൈലബിൾ ആണ്, പിന്നെ ബ്ലൂറേ ലെൻസ്, അതായത് അതും ഗ്ലാസ് തന്നെയാണ്, അതും അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ആന്റി ഗ്ലെയർ ലെൻസ് എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. കൂടാതെ വിഷൻ ക്ലിയർ ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ബ്ലൂറേ ലെൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ അത് തന്നെ പർച്ചേസ് ചെയ്യാന്ന് കരുതി കേട്ടോ. എന്നാൽ ബ്ലൂറേ ലെൻസ് ആണെങ്കിൽ ഒരു 95% നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ആ ഒരു ബ്ലൂ റേസ് ഉണ്ടല്ലോ അതിനെ അവോയ്ഡ് ചെയ്യുക, അതിന് കട്ട് ചെയ്ത് നിർത്തുക കേട്ടോ. അതിനെ കട്ട് ചെയ്ത് നിർത്തുകയും അത് കൂടാതെ കണ്ണിലുണ്ടാകുന്ന ഡ്രൈനെസ്സും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് കണ്ണിന് ഒരു കൂളിംഗ് ആയിട്ടും പിന്നെ നല്ല രീതിയിൽ കാഴ്ചശക്തിയെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത ബ്ലൂറേ ലെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ആ ഒരു ഷെയ്ഡ് കണ്ടു, ഇതിന്റെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷൻ ബ്ലൂ കളറിലാണ്, അതായത് ബ്ലൂ റേസിനെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഞാനിപ്പോ ഒരു വർഷത്തോളം ആയിട്ടോ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടോ. അപ്പൊ കണ്ണിന് എനിക്ക് ആ ഒരു പ്രോബ്ലം ഒക്കെ നല്ലപോലെ കുറഞ്ഞിട്ട് എനിക്ക് ലെറ്റേഴ്സ് ഒക്കെ നല്ലപോലെ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ തുടങ്ങി കേട്ടോ. മൊബൈലും ഗാഡ്ജറ്റ്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് മാത്രമല്ല നമ്മളിപ്പോ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനുശേഷം നമ്മുടെ കണ്ണെന്ന് പറയുന്നത് സ്ട്രെയിൻ ചെയ്യുന്നില്ല, ഒരു ഡ്രൈനെസ് ഒക്കെ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെയുള്ള ഒരു ബ്ലൂറേ ഗ്ലാസും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ലെൻസ് കാർട്ടിൽ തന്നെ വാങ്ങിച്ചതാട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫ്രെയിമും കൂടിയാണ്. അപ്പൊ എന്റെ കസിൻ ഇതുപോലെ ആളുടെ കണ്ണിന് ഡ്രൈനെസ് വന്നപ്പോ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിന് ഡ്രൈനെസ് വരുന്നുണ്ട്, സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ബ്ലൂറേ ലെൻസ് വാങ്ങിച്ചു വെക്ക്, കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആളുടെ തിരക്കൊണ്ടാണെന്ന് തോന്നുന്നു അതൊന്നും ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഇപ്പൊ ആളുടെ കാഴ്ച കുറച്ചൊന്ന് കുറഞ്ഞിട്ട് പവർ ഗ്ലാസ് വെക്കേണ്ടി വന്നിട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. കൂടാതെ എനിക്ക് അപ്പൊ ഈ ഗ്ലാസ് വെച്ച് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെൻസ് കാർഡിൽ തന്നെ സൺഗ്ലാസും കൂടി പർച്ചേസ് ചെയ്തിട്ടോ. അപ്പൊ സൺഗ്ലാസ് 2 ടൈപ്പ് ഉണ്ട്, പോളറൈസ്ഡും ഉണ്ട്, നോൺ പോളറൈസ്ഡും ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും UV റേസിൽ നിന്നും പിന്നെ പൊടിയിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നല്ലപോലെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. ഞാൻ മേടിച്ചത് പോളറൈസ്ഡ് സൺഗ്ലാസ് ആണ്. അപ്പൊ ഇതാണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പോളറൈസ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി വിഷൻ ക്ലിയർ ആയിരിക്കും. എനിക്കിതൊരു സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും കേട്ടോ. കൂടാതെ ഒരു ഏവിയേറ്റർ മോഡലും കൂടി എന്റെ കയ്യിലുണ്ട്. ഇതും പോളറൈസ്ഡ് ആണ്. ഇത് കൂടാതെ ഞാനൊരു നൈറ്റ് ഡ്രൈവിനും കൂടി പറ്റിയവരിനും കൂടി പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. ലെൻസ് കാർട്ടിൽ തന്നെയാണ് ഇതും പർച്ചേസ് ചെയ്തത്. സൺലൈറ്റ് പ്രൊട്ടക്ഷൻ അത്രയ്ക്കില്ലെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുമല്ലോ. അപ്പൊ ആ വണ്ടിയുടെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഇത് ശരിക്കും തടഞ്ഞു നിർത്തോട്ടോ. അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത്യാവശ്യം സ്റ്റൈലിഷും ആണ്, നൈറ്റ് ഡ്രൈവിന് പറ്റിയതുമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ഈ മൊബൈൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ്
ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ ഇത് നമുക്ക് ഉറക്കക്കുറവിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ഉപയോഗം കഴിവതും ഉറങ്ങുന്നതിന് മുൻപേ അങ്ങ് നീക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ കണ്ണുകളെ ഇഷ്ടപ്പെടുന്നവർക്കും കണ്ണുകളുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയർ. ബൈ, ടേക്ക് കെയർ.